നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ലോകത്തിലെ ശരിക്കും പറഞ്ഞാൽ തിളക്കമുള്ളൊരു വിജയകഥയാണ്. വെസ്റ്റീജ് എന്നൊരു പ്ലാറ്റ്ഫോം, അതിലൂടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്തിയ ഒരു ദമ്പതികളെക്കുറിച്ചാണ് നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ അറിയാൻ പോകുന്നത്. ഈ കഥ, അതായത് ഇവരുടെ അനുഭവങ്ങൾ, നമുക്ക് കിട്ടിയത് ശ്രീ പുരുഷോത്തമദാസു ദാസരി, പിന്നെ ശ്രീമതി പൂർണ്ണ ദാസരി. ഇവര് ഒരു യൂട്യൂബ് വീഡിയോയിൽ കാര്യങ്ങൾ പങ്കുവച്ചതിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ അവരുടെ വാക്കുകളാണ് ഇവിടെ കൂടുതലും ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ലക്ഷ്യം? സിമ്പിളാണ്. ഇവരുടെ യാത്ര എങ്ങനെ വളർന്നു, ഈ വെസ്റ്റീജ് എങ്ങനെ അവരുടെ ആ സ്വപ്നങ്ങളൊക്കെ നേടാൻ സഹായിച്ചു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഒരുപക്ഷെ മാറ്റം ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു സ്പാർക്ക് കിട്ടിയാലോ? ശരി, നമുക്കിപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? കഥ തുടങ്ങുന്നത് ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്നാണ്. ഒരു വാടക വീട്ടിൽ താമസിച്ചിരുന്ന ഒരാൾ. സാധാരണ ജീവിതം. അതെ. ഇന്ന് സ്വന്തമായി 3 വീടുകൾ, പിന്നെ ലക്ഷറി കാറുകൾ. ഓർത്താൽ തന്നെ അത്ഭുതം തോന്നും. ഇത് വെറും കഥയല്ല, അവർ പറയുന്നതനുസരിച്ച് അവരുടെ ജീവിതം തന്നെ. നമുക്ക് ദാസരിയിൽ നിന്ന് തുടങ്ങാം. ശ്രീ പുരുഷോത്തമദാസ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി. പക്ഷേ അദ്ദേഹം പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ മനസ്സിൽ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നുവെന്ന്. നല്ല വീട്, കാറ്, സൗകര്യങ്ങൾ, അങ്ങനെയൊക്കെ. ശരിയാണ്. ഇത് നമ്മൾ ഒരുപാട് കേൾക്കുന്നൊന്നാണ്. പലർക്കും ഉണ്ടാകും വലിയ ആഗ്രഹങ്ങൾ. പക്ഷേ ആ നിലവിലുള്ള ജോലി വെച്ചിട്ട് അതൊന്നും എത്താൻ പറ്റില്ലെന്നൊരു പോയിന്റിൽ മനസ്സിലാവും. അപ്പോഴാണ് ഒരു പുതിയ വഴി നോക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാമല്ലേ? ഈ വരുമാനം പോരാ, വേറെന്തെങ്കിലും വേണമെന്നൊക്കെ. ദാസരിയും ആ ഒരു അന്വേഷണത്തിലായിരുന്നു. അതെ, കറക്റ്റ്. അദ്ദേഹം അത് വ്യക്തമായി പറയുന്നുണ്ട് വീഡിയോയില്. ഈ ജോലി കൊണ്ട് സ്വപ്നം നടക്കില്ലാന്ന് കണ്ടപ്പോ അതിനെ പറ്റിയ ഒരു ബിസിനസ്, ഒരു അവസരം നോക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യൂട്യൂബില് വെസ്റ്റീജിന്റെ പ്ലാൻ കാണുന്നത്. യൂട്യൂബിൽ നിന്ന് അല്ലേ? ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുമ്പോൾ ഈ ദമ്പതികളുടെ അനുഭവം വെച്ച് നോക്കിയാൽ ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുക, അവരെയും ഈ അവസരത്തിലേക്ക് കൊണ്ടുവരിക, അങ്ങനെ വരുമാനം നേടുന്ന ഒരു രീതി. അപ്പോൾ യൂട്യൂബിൽ ആ പ്ലാൻ കണ്ടപ്പോൾ ഇതൊരു സാധ്യതയാണെന്ന് തോന്നിയിട്ടുണ്ടാവും. തീർച്ചയായും. അത് കണ്ടിട്ട് 2018 ശ്രീ അശോക് ജി എന്ന് പറയുന്ന ഒരാളുടെ ഹെൽപ്പോടെയാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. അന്ന് കയ്യിലുണ്ടായിരുന്നത്, ഓർത്തു പറയുന്നത്, ഒരു ബൈക്ക് മാത്രമാണ്. വേറെ വലിയ സാമ്പത്തിക ബലം ഒന്നുമില്ല. അങ്ങനെ ഒരു തുടക്കം. ഇനി കേട്ടോളൂ, ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ത്രില്ലിംഗ് ആവുന്നത്. വെസ്റ്റീജിൽ വന്നിട്ട് വെറും 8 മാസത്തിനുള്ളിൽ ആദ്യത്തെ കാറ് വാങ്ങി. ഒരു മാരുതി ബ്രസ. ഒന്ന് ആലോചിച്ചു നോക്കിക്കേ, ബൈക്കിൽ നിന്ന് 8 മാസം സ്വന്തം കാറിലേക്ക്. വിശ്വസിക്കാൻ പാടാണ്, പക്ഷേ അതാണ് നടന്നതെന്ന് അദ്ദേഹം പറയുന്നു. 8 മാസം, അത് ശരിക്കും അത്ഭുതം തന്നെ. ഡയറക്റ്റ് സെല്ലിംഗിൽ പോലും ഇത് വളരെ നല്ലൊരു സ്പീഡാണിത് കാണിക്കുന്നത്. അവർക്ക് കിട്ടിയ അവസരം അവർ ശരിക്കും ഉപയോഗിച്ചു. വെസ്റ്റീജിന്റെ ആ സിസ്റ്റം, കിട്ടിയ സപ്പോർട്ട്, പിന്നെ അവരുടെ ഒരു ആത്മാർത്ഥമായ ശ്രമം, അത് ലളിതമായിട്ട് കാര്യങ്ങൾ നേടാൻ സഹായിച്ചു എന്ന് വേണം കരുതാൻ. കഴിഞ്ഞില്ല, അത് തുടക്കം മാത്രം. 36 മാസം കഴിഞ്ഞപ്പോ, അതായത് ഒരു 3 വർഷമായപ്പോഴേക്കും ആദ്യത്തെ ലക്ഷറി കാർ, മെർസിഡീസ് ബെൻസ്. സാധാരണ ജോലിയിൽ നിന്ന് ഇതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞാലും ചിന്തിക്കാൻ പറ്റില്ല പലർക്കും. 3 വർഷം കൊണ്ട് ബെൻസ്. ആ ഒരു സാമ്പത്തിക വളർച്ച നോക്കിക്കേ. ശരിയാണ്. ഈ കാറുകളെന്ന് പറയുന്നത് വെറും വണ്ടിയല്ലല്ലോ, അതൊരു വിജയത്തിന്റെ അടയാളമാണ്, ഒരു സ്റ്റാറ്റസാണ്. വെസ്റ്റീജ് പോലൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുമ്പോഴുള്ള ഒരു പ്രധാന ലക്ഷ്യവും ഇതുതന്നെയാവാം. ദാസരി പറയുന്ന വാചകം ഓർമ്മയുണ്ടോ? വിജയിക്കാൻ ഒരു അവസരം വേണം. വെസ്റ്റീജ് ആ അവസരം കൊടുത്തു എന്നാണ് അവരുടെ വിശ്വാസം. അവരത് നന്നായിട്ട് ഉപയോഗിച്ചു. അതിന്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. ഇനിയിപ്പോ താമസിക്കുന്ന കാര്യം. വാടക വീട്ടിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇന്ന് വെസ്റ്റീജിലൂടെ കിട്ടിയ വരുമാനം വെച്ച് സ്വന്തമായിട്ട് 3 വീടുകൾ. ഒന്ന് താമസിക്കാൻ, ബാക്കി ഒരുപക്ഷെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കാം. 3 വീടുകൾ? അതെ, ഇതൊരു ചെറിയ കാര്യമല്ല. വാടക വീട്ടിൽ നിന്ന് 3 സ്വന്തം വീടുകളിലേക്ക്. ആ ഒരു മാറ്റം, അത് വലിയൊരു മാറ്റം തന്നെയാണ്. ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയുടെ ഏറ്റവും വലിയ അടയാളം. 3 വീട്. അതോടൊപ്പം അവർ പറയുന്ന മറ്റൊന്ന്, 5 വിദേശയാത്രകൾ. തായ്ലൻഡ്, വിയറ്റ്നാം, ദുബായ്, ഫാമിലിയായിട്ട്. ആ ലൈഫ് സ്റ്റൈൽ എത്ര മാറിയെന്നുള്ളത് അത് വ്യക്തമാണ്. ഈ വെസ്റ്റീജ് പോലത്തെ അവസരങ്ങൾ കൊടുക്കുന്ന സാധ്യതകൾ, അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നമ്മൾ ശ്രീമതി പൂർണ്ണദാസരിയുടെ കാര്യവും പറയണം. കാരണം ഇത് ഒറ്റയ്ക്ക് നേടിയ വിജയമല്ല. ഭർത്താവിന്റെ കൂടെ തന്നെ അവരും ഇറങ്ങി പ്രവർത്തിച്ചു. ഒരുമിച്ചാണ് ഈ ബിസിനസ് ഉണ്ടാക്കിയത്. അവർ പറയുന്നുണ്ട്, തുടക്കത്തിൽ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നുവെന്ന്. വീട്ടമ്മ. പക്ഷേ വെസ്റ്റീജിലൂടെ അവർക്ക് സ്വന്തമായൊരു ഐഡന്റിറ്റി കിട്ടി. അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ഒരു പേഴ്സണൽ ഗ്രോത്ത്, കിട്ടിയ അംഗീകാരം. വെറുമൊരു വീട്ടമ്മയിൽ നിന്ന് നാഷണൽ ലെവലിൽ അവാർഡ് വാങ്ങുന്ന ഒരാളായി മാറി. ഭർത്താവിന്റെ കൂടെ മീറ്റിംഗിൽ പോകുന്നു, ടീമിനെ നോക്കുന്നു. ഇതിലെ ആ ഒരു സ്ത്രീ ശാക്തീകരണം, എംപവർമെന്റ്, അതുപോലെതാണ്. സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനും കഴിവ് തെളിയിക്കാനും പറ്റുന്നൊരു സ്പേസ്. അതിന് നല്ല ഉദാഹരണമാണ് പൂർണ്ണദാസരി. ശരിയാണ്. ഒരുമിച്ച് ദമ്പതികൾ ഒരു ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അതിനൊരു പ്രത്യേക പവറുണ്ട്. അതാണിവിടെ കാണുന്നത്. ഒരു ടീം വർക്ക്, വിജയം ഒരുമിച്ച് ആഘോഷിക്കുന്നു. പൂർണ്ണദാസരി വളരെ ഇമോഷണലായിട്ട് പറയുന്നുണ്ട്, ഈ ബിസിനസ് ഞങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചു എന്ന്.
ആ വാക്കിലെല്ലാമുണ്ട്. തീർച്ചയായും ആ ഒറ്റ വാചകത്തിൽ അവരുടെ മൊത്തം അനുഭവം കാണാം. പണം മാത്രമല്ല, ഒരു കുടുംബം എന്ന നിലയിൽ, വ്യക്തികൾ എന്ന നിലയിലൊക്കെ ഉണ്ടായ ആ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ. ഒരുമിച്ച് യാത്ര, ഒരുമിച്ച് ബിസിനസ്, ഒരുമിച്ച് അവാർഡ്. ഇതൊരു പാർട്ട്ണർഷിപ്പിന്റെ വിജയം കൂടിയാണ്. ഇനി വെസ്റ്റീജിനെ പറ്റി അവർ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഇത്രയും വിജയം കിട്ടിയത്? അവർ ചില കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഈ കമ്പനിക്ക് ഏകദേശം 21 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അതവർ പറയുന്നുണ്ട്. ഓ, 21 വർഷം. അതെ, അതൊരു സ്റ്റെബിലിറ്റി, ഒരു വിശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത്രയും കാലം നിലനിന്ന ഒരു കമ്പനി, അതൊരു വലിയ കാര്യമാണ്. ശരിയാണ്. നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആ പ്ലാറ്റ്ഫോം എത്രത്തോളം ഉറപ്പുള്ളതാണ്, അതിന് ഭാവിയുണ്ടോ എന്നൊക്കെ നോക്കുമല്ലോ. 21 വർഷം എന്നത് അതിന്റെ അടിത്തറയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാവാം അവരിതിനെ സ്വപ്നം നേടാൻ പറ്റിയ ശരിയായ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ശരിയായ പ്ലാറ്റ്ഫോം? അതിനവർ വേറെയും കാരണങ്ങൾ പറയുന്നുണ്ട്. താങ്ങാനാവുന്ന വിലയിലുള്ള ഉൽപ്പന്നങ്ങൾ, അഫോർഡബിൾ പ്രോഡക്ട്സ്. ഇത് പ്രധാനപ്പെട്ടതാണ്. കാരണം വലിയ വിലയാണെങ്കിൽ സാധാരണക്കാർക്ക് വാങ്ങാനും ബുദ്ധിമുട്ടാണ്, മറ്റൊരാളോട് പറയാനും ബുദ്ധിമുട്ടാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല. വില താങ്ങാനാവുന്നത്? അതെ, അത് ബിസിനസ് ചെയ്യാൻ എളുപ്പമാക്കുന്നു. തീർച്ചയായും. പ്രോഡക്റ്റിന്റെ ആക്സെപ്റ്റൻസ് അത് ഡയറക്റ്റ് സെല്ലിംഗിൽ വളരെ പ്രധാനമാണ്. നല്ല ക്വാളിറ്റി, എന്നാൽ വലിയ വിലയുമില്ല. അപ്പോൾ ആളുകൾക്ക് വാങ്ങാനും ഉപയോഗിക്കാനും താല്പര്യമുണ്ടാകും. ഇത് ബിസിനസ് ചെയ്യുന്നത് കുറച്ചുകൂടി സിമ്പിളാക്കും, ലളിതമാക്കും. രണ്ടാമത് അവർ പറയുന്ന പോയിന്റ്, ശരിയായ മാർഗനിർദ്ദേശം കൊടുക്കാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നതാണ്. റൈറ്റ് മെന്റർഷിപ്പ്. അതായത് എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരാനും സപ്പോർട്ട് ചെയ്യാനും ആളുകൾ. പുതിയൊരാൾക്കിത് വലിയൊരു ആശ്വാസമാണ്. മെന്റർഷിപ്പ് അത് ഇത്തരം മോഡലുകളിൽ ഒരു നട്ടെല്ല് പോലെയാണ്. കാരണം ഇത് വെറുതെ പ്രോഡക്റ്റ് വിൽക്കൽ മാത്രമല്ലല്ലോ. ഒരു ടീമിനെ ഉണ്ടാക്കണം, അവരെ വളർത്തണം. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവരുടെ ഗൈഡൻസ് കിട്ടിയാൽ വഴി കുറച്ചുകൂടി എളുപ്പമാകും. ദാസരി ദമ്പതികൾക്ക് ആ ഒരു സപ്പോർട്ട് നന്നായി കിട്ടിയിട്ടുണ്ട്. അതാണ് അവരുടെ വാക്കുകൾ പറയുന്നത്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇത് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു? എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരാൻ ഒരാളുണ്ടെങ്കിൽ അത് കാര്യങ്ങൾ ലളിതമാക്കില്ലേ? മൂന്നാമത്തൊരു കാര്യം അവർ പറയുന്നത് നല്ല ശക്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടെന്നതാണ്. സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ. ഒരുപക്ഷെ രാജ്യത്തുടനീളം ഓഫീസുകൾ, പ്രോഡക്റ്റ് കിട്ടാനുള്ള സൗകര്യം, ട്രെയിനിംഗ് സിസ്റ്റംസ്, കമ്മീഷൻ കറക്റ്റായിട്ട് കൊടുക്കുന്നത്, ഇതെല്ലാം അതിൽ വരും. അതെ. ഇതൊക്കെ ബിസിനസ് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങളാണല്ലോ. തീർച്ചയായും. ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇത് ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കും. തങ്ങൾ ഒറ്റയ്ക്കല്ല, പിന്നിൽ നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്നൊരു തോന്നല്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ, അഫോർഡബിൾ പ്രോഡക്ട്സ്, നല്ല മെന്റർഷിപ്പ്, സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം ഒത്തുവന്നതുകൊണ്ടാണ് വെസ്റ്റീജ് അവർക്കൊരു റൈറ്റ് പ്ലാറ്റ്ഫോം ആയതാണെന്ന് അവർ വിശ്വസിക്കുന്നത്. വീഡിയോയുടെ അവസാനം അവരൊരു നല്ല കോൺഫിഡൻസോടെ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടണമെന്നുണ്ടെങ്കിൽ വരൂ, ഞങ്ങളോടൊപ്പം ചേരൂ എന്ന്. അത് വെറും വാക്കല്ല, അവരുടെ ജീവിതം കണ്ടിട്ടുള്ളതുകൊണ്ട് അതിനൊരു വെയിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞാലോ? ഈ വീഡിയോ അനുസരിച്ച് വെസ്റ്റീജ് ദാസരി ദമ്പതികളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്ന ഒരു അവസരമാണ്. നല്ല സാമ്പത്തിക വളർച്ച കിട്ടി, കാറുകൾ, വീടുകൾ, യാത്രകൾ, അതൊക്കെ വ്യക്തം. അതോടൊപ്പം പേഴ്സണലായിട്ടും നല്ല അംഗീകാരം കിട്ടി, പ്രത്യേകിച്ച് പൂർണ്ണദാസരിക്ക് കിട്ടിയ അവാർഡ്. ഇതിന്റെ എല്ലാം ബേസ് എന്താണ്? സ്വന്തം സ്വപ്നം നേടണമെന്നുള്ള ആഗ്രഹം. ആ ആഗ്രഹത്തിന് വെസ്റ്റീജ് ഒരു വഴികാട്ടിയായി എന്നാണ് അവർ പറയുന്നത്. അവരുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വാടക വീട്ടിൽ നിന്ന് 3 വീടുകളിലേക്കും ബൈക്കിൽ നിന്ന് ബെൻസിലേക്കും, അത് ശരിക്കും വളരെ പവർഫുള്ളാണ്. അപ്പോ ഇതൊക്കെയാണ് ശ്രീ പുരുഷോത്തമദാസ് ദാസരിയുടെയും ശ്രീമതി പൂർണ്ണദാസരിയുടെയും കഥ. വെസ്റ്റീജ് അവരുടെ ജീവിതത്തെ എങ്ങനെ മാറ്റി, നല്ല രീതിയിൽ മാറ്റിയെന്ന് അവരുടെ തന്നെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഇനി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെടുക്കാം? എല്ലാവരുടെയും സാഹചര്യം ഒന്നായിരിക്കില്ല, കഴിവുകളും വ്യത്യസ്തമായിരിക്കും. എന്നാലും ഈ അനുഭവം തരുന്നത് ഒരു സൂചനയാണ്. നമുക്ക് ശരിയായ ഒരു അവസരം കിട്ടിയാൽ, നമ്മളത് ശരിയായി ഉപയോഗിച്ചാൽ, മനസ്സിലുള്ള വലിയ സ്വപ്നങ്ങൾ പോലും ഒരുപക്ഷെ വളരെ ലളിതമായി നേടാൻ കഴിഞ്ഞേക്കാം. ദാസരി ദമ്പതികൾക്ക് ആ അവസരം വെസ്റ്റീജ് ആയിരുന്നു. അവർ പറഞ്ഞ പോലെ ഒരു നല്ല പ്ലാറ്റ്ഫോം, നല്ല പ്രൊഡക്ട്സ്, നല്ല ഗൈഡൻസ്, ഇതൊക്കെ വിജയത്തിന് അത്യാവശ്യമാണ്. പോകുന്നതിന് മുൻപ് ഒരു ചിന്ത, ഒരു ചോദ്യം നിങ്ങൾക്കായി. നിലവിലുള്ള വരുമാനം കൊണ്ട് വലിയ സ്വപ്നങ്ങൾ എത്താൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് ദാസരി ദമ്പതികൾ വെസ്റ്റീജിലേക്ക് തിരിഞ്ഞത്. ഒരു നിമിഷം ആലോചിക്കൂ, നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? അതിലേക്കെത്താൻ ഇപ്പോഴത്തെ വഴി മതിയോ? അതോ ദാസരി ദമ്പതികളെപ്പോലെ പുതിയൊരവസരം നിങ്ങൾ നോക്കുന്നുണ്ടോ? ഇനി അങ്ങനെ ഒരു അവസരം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ സംസാരിച്ച കാര്യങ്ങളിൽ, അതായത് പ്ലാറ്റ്ഫോമിന്റെ വിശ്വാസ്യത, പ്രോഡക്റ്റിന്റെ സ്വീകാര്യത, നല്ല മെന്റോർഷിപ്പ്, ഇതിൽ എന്തിനായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക? ഇതൊന്ന് ആലോചിച്ചു നോക്കുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത സ്റ്റെപ്പിനൊരു പ്രചോദനമായേക്കാം.